എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഫ്രൈഡേ ക്ലബ്ബ് എനിക്ക് പുതിയ ഒരു സ്ഥലമല്ല. വാസ്തവത്തിൽ ഞാനൊരു ഫ്രൈഡേ ക്ലബിൻ്റെ മെമ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യൽ മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും ഇവിടെ നേരിട്ട് സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു 100 വർഷത്തെ നമ്മൾ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വഖഫ് നിയമം ഉണ്ടായത്, അതിൽ കൊളോണിയൽ സമ്പ്രദായത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയെടുക്കാൻ എത്രയുണ്ട് ശ്രമം നടന്നിട്ടുണ്ട്, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. പക്ഷേ നമ്മുടെ വിഷയം ഇന്ന് അതല്ല. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വഖഫ് നിയമവും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ്. 2 കാര്യം ഞാൻ മുഖവിലയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇപ്പം ഈ നിയമത്തിൽ ഒരു പക്ഷേ അപാകതയൊന്നും കാണുമായിരുന്നില്ല. നമ്മുടെ രാജ്യം തികച്ചും ഒരു മതേതര രാഷ്ട്രമായിരുന്നെങ്കിൽ. ഭരണഘടന പ്രകാരം നമ്മളൊരു മതേതര രാഷ്ട്രമാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം, ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്ന പുതിയ പ്രവണതകളും പ്രാക്ടിക്കലായിട്ട് അതല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മൾ തികച്ചും ഒരു മതേതര രാഷ്ട്രമായി എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എന്നുള്ളത്. പണ്ട് നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ റിലിജിയനുണ്ട്. അമേരിക്കയിൽ കാത്തോലിസിസം, ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ്, ക്രിസ്ത്യൻ അവസ്ഥ. എന്നിരുന്നാലും അമേരിക്കൻ പൗരന്മാരും അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരന്മാർ ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ ജർമ്മനി പോലെ ഉള്ള വികസിത രാജ്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളിന്നും എത്തിയിട്ടില്ല. അതിനൊരു കാരണം, എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ്, വിയോജിക്കുന്നവരുണ്ടാവാം. ഇവിടെ മതേതരത്വ പ്രക്രിയ അതല്ലെങ്കിൽ സെക്യുലറിസം പ്രോസസ്സ് ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്നത് പോലെ ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം ഡെമോക്രസിയും സ്വാതന്ത്ര്യം ഒരുമിച്ച് പോകുന്ന, അതല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ 2 സൈഡുകളാണ്. നമ്മൾ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയും, അതേ സമയത്ത് ഉൾക്കൊള്ളേണ്ട രീതിയിൽ നമ്മൾ മതേതരത്വം ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എവിടെയോ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഭരണഘടന തന്ന ഭരണഘടനാ കർത്താക്കൾ വിചാരിച്ചതുപോലെ ഇവിടെ സ്വാതന്ത്ര്യവും മതേതരത്വവും ജനാധിപത്യവും ഇപ്പം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ വരുന്നൊരു പ്രധാന സംഗതി ഇവിടെ പറയാം. ഇത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൽ ജനങ്ങൾ പല തട്ടിലായിട്ടാണ് നിൽക്കുന്നത്.
ചിലർ വിദ്യാഭ്യാസമുള്ളവരാണ്, അവരുടെ ഒരു ക്ലാസ്. വിദ്യാഭ്യാസമില്ലാതെ നിൽക്കുന്ന മറ്റൊരു വർഗം. ഇവരുടെ എല്ലാം ആകത്തുകയാണ് ഇന്ത്യ രാജ്യം. അവിടെ നമുക്ക് വിഭാവനം ചെയ്യാവുന്ന ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവർ ആദിമവാസികളാണ്, ട്രൈബൽസ്. ട്രൈബൽസിന് അവരുടേതായിട്ടുള്ള നിയമമുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അവരുടെ കാര്യം വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ നിയമം കൊണ്ടല്ല, നമ്മളുടെ എലൈറ്റ്, അതായത് ഒരു എലൈറ്റ് ക്ലാസ് ഭരിക്കുന്ന ഒരു രാജ്യത്ത് ആ എലൈറ്റ് ക്ലാസിൻ്റെ നിയമം അനുസരിച്ചാണ് നമ്മൾ ഈ ട്രൈബൽസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരുന്നുണ്ട്, ഒരു വിരോധാഭാസം. അതായത് അവരെന്ത് ആശിക്കുന്നുവോ അല്ലെങ്കിൽ അവർക്ക് എന്ത് നേടിയെടുക്കാൻ അവർ പ്രാപ്തരാണോ അതിന് പകരം നമ്മൾ അവരുടെ മുകളിൽ നമ്മുടേതായിട്ടുള്ള കുറേ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ ലംഘനം വരുന്നത് ഈ ഒരു പ്രക്രിയയിലാണ്. അതിന് പോസ്റ്റ് മോഡേണിസത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ജൂറിസ്പ്രുഡൻസിൽ പറയുന്ന ഡിഫറൻ്റ് എന്ന് പറയും. ഡിഫറൻ്റ് എന്ന് വെച്ചാൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരേ ലെവലിൽ അവരെ നിർത്തി അതിനുള്ളൊരു ഫീൽഡ് അവർക്ക് സംജാതമാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. പക്ഷെ അത് ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഒരു പക്ഷേ നമുക്ക് ഈ പുതിയ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി കാണേണ്ടത്. അതായത് ഇവിടെ ഒരു ജനസമൂഹം ജീവിക്കുന്നുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫറൻറ്റ്, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കാനുള്ള നിയമങ്ങളായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ വളരുന്നത്. ഇവിടെ അത് ഉണ്ടാവുന്നുണ്ടോ? അതില്ലെങ്കിൽ അവിടെ ആദ്യം സംഭവിക്കുന്നത് ഒരു ജനവിഭാഗത്തിന്, അതാരായിരുന്നാലും ശരി, നമ്മളത് ഒരു പർട്ടിക്കുലർ ഒരു മതവിഭാഗത്തിന് മാത്രമല്ല ഞാൻ പറയണം. അതുകൊണ്ടാണ് ഞാൻ ആദിമവാസികളുടെ അല്ലെങ്കിൽ ട്രൈബൽസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം വേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്? അതിനർത്ഥം നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല. ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്, അല്ലാതെ ഭരണാധികാരികളുടെ മാത്രം ഒരു നിലപാടിൽ നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ സമൂഹം ആ രീതിയിൽ ചിന്തിക്കാത്തതിന് കാരണം ഇവിടെ അതനുസരിച്ചിട്ടുള്ള ഒരു പ്രക്രിയ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ മതവിശ്വാസത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ ആ മതവിഭാഗത്തിനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടുമാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് മതങ്ങളെ മാറ്റി നിർത്തുക, എന്നിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിനെ പറ്റി സംസാരിക്കുക. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനം എവിടെ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ അത് ഇതുവരെ ഞാൻ പത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമത്തിലോ ഇങ്ങനൊരു ചർച്ച ഉള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽ എന്തായാലും ഇത് വന്നിട്ടില്ല. അവിടെ
നമ്മൾ ഈ പുതിയ അമെൻമെൻറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കടന്നുകയറ്റം ഒരു സ്വാതന്ത്ര്യ നിഷേധമായിട്ട് കണക്കാക്കാതെ മതങ്ങളിലേക്ക് മാത്രം പോകുന്നത്? അതും ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മതേതര പ്രക്രിയയുടെ അഭാവം കൊണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് ഇവിടെ ഒരു മതേതര പ്രക്രിയ ഇവിടെ നടക്കണം. അതൊരു സംസ്കാരമായിട്ട് നമ്മുടെ മനസ്സിൽ വളർന്നു വരണം. അവിടെ പിന്നെ ഇന്ന മതം എന്നൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ചിന്താഗതി വരുന്നൊരവസ്ഥയിൽ മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു മതേതര സമൂഹം ആണ് എന്ന് പറയാൻ സാധിക്കുക. ഇനി എൻ്റെ അഭിപ്രായത്തിൽ വഖഫ് നിയമത്തിലെ പല വകുപ്പുകളും നേരത്തെ തന്നെ എടുത്തു കളയേണ്ടതാണ്. അതിൽ ആദ്യം ഞാൻ പറയുക, വഖഫ് ബോർഡ് തന്നെ എടുത്തു കളയണം. ഓരോ വഖഫും ഓരോ സ്ഥാപനമാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു നിയമം വേണമെങ്കിൽ ആവാം. അതല്ലാതെ ഇതെല്ലാം കൂടി ഒരു ബോർഡിന് കൊടുത്ത് അവരിവിടെ ഭരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെക്കേണ്ട കാര്യം എന്താണ്? അതിന് പറയുക റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോൺ എന്നാണ്. ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, ഞാൻ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ ആഹാര രീതി എന്തായിരിക്കണം, ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ട റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോൺ എന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ 7 ജഡ്ജിമാരടക്കുന്ന ഒരു ബെഞ്ച് പുട്ടുസ്വാമി കേസിൽ പറഞ്ഞത് റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയിലെ 21-ാം അനുച്ഛേദത്തിൻ്റെ ഭാഗമായി ഓരോരുത്തർക്കും കിട്ടുന്ന സ്വാതന്ത്ര്യമാണ്. അതിനെ ആരും ലംഘിക്കാൻ പറ്റില്ല. കാരണം അത് മൗലിക അവകാശമാണ്. അവിടെ മതത്തിൻ്റെ കാര്യമല്ല സുപ്രീം കോടതി പറഞ്ഞത്. അവിടെ പറഞ്ഞത് മൊത്തത്തിൽ എല്ലാ പൗരന്മാർക്കും ബാധകമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ രീതിയും എനിക്ക് എൻ്റെ വസ്തു വഖഫ് ചെയ്യാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോണായിട്ട് കണക്കാക്കിക്കൂടും? എന്തിനാ മറ്റുള്ളവരുടെ നിയമം എൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നു? എന്തിനാണ് ഈ ഡിഫറൻറ്റ്? ഇതിനെന്താ മറുപടി? നമ്മൾ ഹിജാബിൻ്റെ കാര്യം എടുക്കാം. ഹിജാബിൻ്റെ കേസ് വന്ന സമയത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് 25-ാം അനുച്ഛേദത്തിൻ്റെയും 26-ാം അനുച്ഛേദത്തിൻ്റെയും ലംഘനമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അത് 21-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമല്ല? എന്തുകൊണ്ട് 14-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമല്ല? കാരണം അവിടെയും ആത്യന്തികമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോണാണ്. എൻ്റെ സ്വകാര്യതയാണ്. ഞാൻ എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ആദ്യം എടുക്കുക, ഇപ്പോഴത്തെ 3-ാം വകുപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള പ്രൊവൈസും. ഇപ്പം എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇസ്ലാം നിയമപ്രകാരം, ഞാൻ പറയുന്നത് മതമല്ല, ഞാൻ പറയുന്നത് നിയമമാണ്. കാരണം മതത്തിൽ വലിയ പണ്ഡിതനൊന്നുമല്ല ഞാൻ. എന്താ നിയമം? നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്താ? ഒന്നാമത് ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ വഖഫ് ഹലാൽ ഔളാദ്. ഇസ്ലാമിക നിയമപ്രകാരം
വഖഫ് അലാൽ ഔലാദ് വഖഫാണ്. അവിടെ പിന്നെ അത് പൊതു വഖഫാണെങ്കിൽ മാത്രം അത് വഖഫാവും എന്നും പറഞ്ഞ് 1995 അല്ലേ 95 ഭേദഗതി കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു? വഖഫ് വാലിഡേഷൻ ആക്ട്. എന്ത് കാര്യത്തിനായിരുന്നു? കാരണം ഇസ്ലാമിക നിയമപ്രകാരം ഇതെല്ലാം വഖഫാണ്. ചാരിറ്റി തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്, സ്വന്തം വീട്ടിൽ നിന്ന്. സ്വന്തം അച്ഛനെയും അമ്മേനെയും മക്കളെയും നോക്കാത്തൊരാൾ പൊതുസേവനം നടത്തുമെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥമില്ല. അപ്പോൾ ആദ്യം ഏത് വീടായാലും ശരി, ചാരിറ്റി തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് വേണം. അതൊരു നിയമം പറയുന്നുണ്ടെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അത് പൊതു ആണെങ്കിൽ മാത്രമേ അതിനെ വഖഫായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാതിരി എൻ്റെ നിയമം വേറൊരാൾ ഞാൻ ആദ്യമായിട്ട് അടിച്ചേൽപ്പിക്കുന്നു. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനം അവിടെ നടന്നായിരുന്നു. ഞാൻ 25-26 മതപരമായിട്ടുള്ള ലംഘനത്തിനെ പറ്റിയല്ല പറയണം, അത് വേറെ. ഇനി 3-ാം വകുപ്പിലെ ഇപ്പോഴത്തെ ഭേദഗതി പറയുന്നത് എന്താ? ഏതെങ്കിലും വഖഫ് പബ്ലിക് ചാരിറ്റിക്ക് സമാനമായിട്ട് വരികയാണെങ്കിൽ അത് വഖഫല്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പല ജഡ്ജ്മെൻ്റായിട്ട് സുപ്രീം കോടതിൻ്റെയും ഹൈക്കോടതിൻ്റെയും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതായത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ, അതായത് ഇംഗ്ലീഷ് ചാരിറ്റി തുടങ്ങുമ്പോൾ അത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമല്ല. അത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പബ്ലിക് ചാരിറ്റി തുടങ്ങാം, അതിന് പിന്നെ ഉത്ഭവം കൊടുക്കാം, വഖഫല്ലാതെ തന്നെ. പക്ഷെ അവിടെ മാനദണ്ഡം വേറെയാണ്. അതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പബ്ലിക് ചാരിറ്റി, ഒന്ന് വഖഫ് വേറെ. പബ്ലിക് ചാരിറ്റിയിൽ ഓണർഷിപ്പ് ട്രസ്റ്റിയുടെയാണ്. ഒരു വസ്തു കോർപ്പസായിട്ട് ചാരിറ്റിക്ക് വേണ്ടി നീക്കി വെക്കുമ്പോൾ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ ഉടമസ്ഥൻ ട്രസ്റ്റിയാണ്. പക്ഷെ ട്രസ്റ്റിക്ക് അത് എടുക്കാൻ പറ്റില്ല, അത് ബെനിഫിഷ്യറിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വഖഫ് അങ്ങനെയാണോ? എന്താ വഖഫ്? വഖഫ് എല്ലാ കാലത്തും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ടൈങ് ദ പ്രോപ്പർട്ടി വിത്ത് ഗോഡ് ആൾമൈറ്റി എന്നാണ്. അതായത് വസ്തു പടച്ചവനിൽ ലയിക്കുകയാണ്, അല്ലാഹുവിൽ ലയിക്കുന്ന ഒരവസ്ഥയാണ് വഖഫ്. അവിടെ ട്രസ്റ്റി ഇല്ല, മുത്തവല്ലി ട്രസ്റ്റി അല്ല, മുത്തവല്ലി കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഹിന്ദു നിയമം എടുക്കുകയാണെന്ന് വെച്ചാൽ വേറെയാണ്. ഹിന്ദു നിയമത്തിൽ ഒരു പബ്ലിക് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പബ്ലിക് മതപരമായിട്ടുള്ള സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉടമസ്ഥ അവകാശം ഡയറ്റിക്കാണ്. ഡയറ്റി പെർപ്പച്വൽ മൈനറാണെന്നാണ് കൺസെപ്റ്റ്. അതായത് എല്ലാ കാലത്തും കുട്ടിയായിരുന്നേ. ഗാർഡിയൻ ട്രസ്റ്റിയാണ്, അതല്ലെങ്കിൽ മഹന്താണ്. ആ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിക നിയമത്തിലില്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ ജനവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള സ്വന്തം നിയമം ഉണ്ടാവും. ആ നിയമത്തെ മറ്റുള്ളവരുടെ നിയമത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ പാടില്ല.
അങ്ങനെ കാണുമ്പോഴാണ് ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനം നടക്കുന്നത്. കാരണം അവിടെ എൻ്റെ നിയമം ഞാൻ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്ത്യ പോലെയുള്ള ഒരു സ്വതന്ത്ര രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരുപക്ഷെ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്, ബേസിക് ഫീച്ചറാണ്. ആ ബേസിക് ഫീച്ചറിനെ പാർലമെൻറ്റിന് പോലും എടുത്തു കളയാൻ പറ്റില്ല. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മറ്റുള്ളവർ ആരുടെയോ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ നിയമം വെച്ച് വേറൊരു വിഭാഗത്തിൻ്റെ നിയമത്തിനെ അടിച്ചമർന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിക്റ്ററ്റോറിയൽ സ്വഭാവമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ നമ്മുടെ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂൾ നോക്കിയാൽ വഖഫ് വാസ്തവത്തിൽ വരുന്നത് സെൻട്രൽ സബ്ജക്റ്റായിട്ടാണ്. അത് യൂണിയൻ ഗവൺമെൻറ് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് വഖഫ്. അത് റെസിഡ്യൂറി ക്ലോസ്, വേറൊന്നിനും പെടാത്ത ക്ലോസിലായിട്ട് വരും. അത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പാർലമെൻറ്റിൻ്റെ വിഷയത്തിൽ വരുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പല വിധികളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനാണ്, അത് എൻഡോമെൻ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് മുഴുവൻ പോയി. എന്താ എൻഡോമെൻ്റ്? എൻഡോമെൻ്റ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ടൈങ് ദ പ്രോപ്പർട്ടി വിത്ത് ഗോഡ് ആൾമൈറ്റി വരുന്നില്ല. അവിടെ ആരാണോ ഈ വസ്തു ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് അവരുടെ ഉടമസ്ഥതയിൽ തുടരുകയാണ് വസ്തു. അല്ലാതെ അത് അള്ളാഹുവിൻ്റെ വസ്തുവായി മാറുന്നില്ല. അപ്പോൾ അവിടെ ട്രസ്റ്റി ഉണ്ട്. ആരെ എൻഡോയ് ചെയ്യുന്ന ആളാണ് ട്രസ്റ്റി. അത് ആദ്യം പറഞ്ഞതിന് നേരെ വിപരീതമാണ് പിന്നെ പറയുന്നത്. ഈ ഒരു നിലപാടാണ് ഈ 3ാം വകുപ്പിലെ 2ാമത്തെ പ്രൊവിഷനിൽ ചാരിറ്റി സ്വഭാവമുള്ള എല്ലാ സ്ഥാപനങ്ങളും ചാരിറ്റബിൾ ട്രസ്റ്റാണ്, അല്ലാതെ അത് വഖഫായിട്ട് വരില്ല എന്ന് എഴുതി വെക്കാൻ ഈ പാർലമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. എവിടെയോ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു അപകട. ബോധം വരേണ്ടത് ആദ്യം നിയമം ഉണ്ടാക്കുന്നവർക്കാണ്. പക്ഷെ അത് നമ്മുടെ നാട്ടിലില്ലല്ലോ. ഈ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? വഖഫ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന വിഷയമാണോ അതോ സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന വിഷയമാണോ അതോ സംസ്ഥാനത്തിനും കേരളത്തിനും, കേരളം പോലെയുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമമുണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയമാണ്? ഈ ചർച്ച മുഴുവനും എൻ്റെ ഇടയിൽ പക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇനി അടുത്ത ഒരു വാദം പറയാം. അതായത് വഖഫ് 25ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമായിട്ട് വരും. എങ്ങനെയാണെങ്കിൽ വഖഫ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വരാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും വഖഫ് ചെയ്യുന്നുണ്ടോ? വഖഫ് ഒരു മതവിഭാഗത്തിലെ ജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. വസ്തുള്ള ആൾ ചിലപ്പോൾ വഖഫ് ചെയ്തെന്ന് വരാം, ചെയ്തില്ല എന്നും വരാം. അപ്പോൾ ഒരു എസെൻഷ്യൽ ഫീച്ചർ ആണോ മതത്തിൻ്റെ?
മതപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മതത്തിൽ പെട്ടവരുടെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഫീച്ചറാണോ വഖഫ് എന്നൊരു ചോദ്യം വരുമ്പോൾ നമ്മുടെ കോടതികൾ എന്തായാലും അതല്ലാന്നേ പറയാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ സാധാരണ പറയാറുള്ള ഇസ്ലാമിലെ 5 പില്ലാറുകൾ, 5 നെടും തൂണുകളിൽ പെട്ടതല്ല വഖഫ്. അതുകൊണ്ട് അതൊരു എസെൻഷ്യൽ ഫീച്ചറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന നേരെ തിരിച്ചാണ്. പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, വഖഫ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ അത് 25-ാം അനുച്ഛേദത്തിലല്ല വരിക, 26-ാമത്തെ അനുച്ഛേദത്തിലാണ് വരിക. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദത്തിൽ സർക്കാരിന് ഇടപെടാം. അപ്പോൾ അവിടെ ഒരു മൗലികാവകാശത്തിൻ്റെ ലംഘനം മതപരമായിട്ട് വരുന്നില്ല. അപ്പോൾ അവിടെയും ഫെയിലിയറായി. ഇനി അടുത്ത പ്രശ്നം നോക്കാം. അതായത് ഇപ്പം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ചാരിറ്റി ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് വഖഫാവില്ല. പക്ഷെ നിയമം വേറെയാണ്. മതപരമായി ഇസ്ലാമികമായി ചാരിറ്റിയായി വരുന്ന എല്ലാ സംഗതിയും വഖഫായിട്ട് തന്നെയാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ചാരിറ്റി ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു ഭാഗം എല്ലാ കാലത്തുമായിട്ടുണ്ടായിരുന്നതാണ്, പുതിയ സംഭവമല്ല. പിന്നെ അതിനൊരു നമ്മൾ സാധാരണ കോൺട്രാക്ട് നിയമത്തിൽ പറഞ്ഞ മാതിരി ഓരോ വഖഫിനും കൺസിഡറേഷനും ഉണ്ട്. അതായത് എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, മതപരമായിട്ടുള്ള എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, അതല്ലെങ്കിൽ ബാഹ്യലോകത്ത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടി. അതാണ് അവിടുത്തെ കൺസിഡറേഷൻ. അങ്ങനെ വരുമ്പോൾ അത് വെറും ചാരിറ്റി അല്ല, അവിടെ ഒരു കൺസിഡറേഷൻ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ വെറും ചാരിറ്റി ആയിട്ട് കണക്കാക്കാനും പറ്റില്ല. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പാർലമെൻ്ററി കമ്മിറ്റി ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം അവരുടെ റിപ്പോർട്ടിലൊന്നും ഇതിനെപ്പറ്റി ഒരു പരാമർശം കാണുന്നില്ല. ഈ ഒരു ഭേദഗതി കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 3-ാമത്തെ വകുപ്പിൻ്റെ, അതായത് ഇപ്പം ഭേദഗതി ചെയ്യപ്പെട്ട 3-ാമത്തെ വകുപ്പിൻ്റെ 2-ാമത്തെ പ്രൊവൈസോ, അതിൽ തുടങ്ങുന്നത് തന്നെ ഏതെങ്കിലും നിയമത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുൻകാല കോടതി വിധികളിലോ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പോ അതിന് ശേഷമോ ഉണ്ടാക്കുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ എന്ത് കോടതി വിധി ഉണ്ടെങ്കിലും സുപ്രീം കോടതിൻ്റെ ആണെങ്കിൽ പോലും കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് മുൻകാല പ്രാബല്യം ഉണ്ട് താനും. അതുകൊണ്ടാണ് ഇതിന് മുൻപോ എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒരു 10-100 വർഷമായിട്ട് വഖഫായിട്ടിരിക്കുന്ന ഒരു സ്ഥാപനം അത് ചാരിറ്റി ആണ് എന്നുള്ള കാരണത്തോണ്ട് മാത്രം അത് വഖഫല്ലാണ്ടായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചാരിറ്റബിൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഇനി രണ്ടാമത് വരുന്ന പ്രശ്നം, നേരത്തെ നിയമത്തിൽ വഖഫ് ബോർഡിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. 11 പേരിൽ കുറയാത്ത
അംഗങ്ങളാണുള്ളത് അല്ലേ? 11 അല്ലേ? അത് 11 പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അങ്ങനെയായിരുന്നു നേരത്തെ നിയമം. ഇപ്പം അത് മാറി, ഇപ്പം അതങ്ങ് എടുത്താണ്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ പെടാത്ത ആൾക്കാർക്കും ഇപ്പം ബോർഡിലെ മെമ്പർമാരാവാം എന്നുള്ള ഒരവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം നമ്മളുടെ രാജ്യം ഒരു മതേതര രാജ്യമായിരുന്നെങ്കിൽ അതൊരു പ്രശ്നമില്ല. കാരണം ആര് ബോർഡിൽ വന്നാലും ശരി മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും. പക്ഷേ നമ്മുടെ രാജ്യത്തെ അവസ്ഥ അതാണ്. ഇന്നിപ്പോൾ ആർക്കും വേണമെങ്കിൽ വഖഫ് ബോർഡിലെ മെമ്പറാവും, ഒരു തടസ്സമില്ല. അവർ മെജോറിറ്റി കൂടെ ആയിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ തന്നെയാണ് വഖഫ് കൗൺസിൽ. വഖഫ് കൗൺസിൽ 21 പേരാണ്. ആ 21 പേരിൽ ഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളണമെന്നില്ല. ആവാം, പക്ഷെ ആവണമെന്നില്ല. അല്ലാത്തവരെ വെച്ചാൽ നിയമവിരുദ്ധമാവില്ല. അപ്പോൾ അവിടെയും ഭരിക്കുന്ന ആരായിരിക്കും? ഭരിക്കുന്നത് മതേതരമല്ലാത്ത വേറെ ഏതോ വിഭാഗത്തിൽപ്പെട്ട അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം എന്താ സംഭവിക്കുക? അതായത് മതേതരത്വ പ്രക്രിയ നടക്കുന്നതിന് പകരം ഇവിടെ കൂടുതൽ നമ്മൾ മതേതരത്തിനെതിരായിട്ട് പോവുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പുരോഗമനവാദികളായിട്ടുള്ള ഒരാൾക്കും ഒരു കാലത്തും ചിന്തിക്കാനോ അല്ലെങ്കിൽ അനുവദിക്കാനോ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ നിയമത്തിൻ്റെ ഭേദഗതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഭേദഗതി വന്നുകൊണ്ട് പറയല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് പറയുന്ന. രണ്ടാമത്തെ കാര്യം, ഇനി ഖാസി ആക്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ഒരു അധികാരം കോടതികൾക്ക് കൊടുത്തത്. സാധാരണ സിവിൽ കോടതികൾ അധികാരം കൈയാളാൻ തുടങ്ങി. സിവിൽ കോടതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ 233 അനുച്ഛേദം അനുസരിച്ച് ഒരു പ്രക്രിയയിൽ കൂടി നിയമിക്കപ്പെടുന്ന ജഡ്ജിമാരുടെ കോടതികളാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡിപെൻഡൻസ് അവർക്കുണ്ട്. കാരണം സർക്കാരിന് ഈ നിയമനത്തിൽ വലിയ റോളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ട്രൈബ്യൂണലൈസേഷൻ വന്നതിന് ശേഷം 2 രീതിയിലുള്ള ട്രൈബ്യൂണലുകളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്നത്. ഒന്ന് ക്വാസി ട്രൈബ്യൂണൽസ്, അതായത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ട്രൈബ്യൂണൽസ്. പിന്നെ കോടതികളുടെ തത്തുല്യമായിട്ടുള്ള ട്രൈബ്യൂണലുകൾ. അങ്ങനെ 2 രീതിയിലുള്ള ട്രൈബ്യൂണൽ. സുപ്രീം കോടതി പറഞ്ഞത് ഈ നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ ട്രൈബ്യൂണൽ, അതായത് നേരത്തെ സിവിൽ കോടതികൾ കൈയാളുന്ന കാര്യങ്ങൾ ട്രൈബ്യൂണലിലേക്ക് മാറ്റുമ്പോൾ അങ്ങനത്തെ ട്രൈബ്യൂണലുകളിലെ ന്യായാധിപരെ സിവിൽ കോടതിയിലെ ട്രൈബ്യൂണലിലെ ന്യായാധിപരെ എങ്ങനെ നിയമിച്ചു ആ രീതിയിൽ തന്നെ നിയമിക്കുകയും അവരുടെ അത്ര തന്നെ ക്വാളിഫിക്കേഷനും പരിചയവും ഉണ്ടാവണം എന്നാണ്. അതല്ലെങ്കിൽ അത് നമ്മുടെ ഭരണഘടന അടിസ്ഥാന തത്വം, അതായത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന ബേസിക് ഫീച്ചറിൻ്റെ ലംഘനമായിട്ട് വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പുതിയ ട്രൈബ്യൂണൽ നോക്കിയാൽ മതി. അതായത് 3 പേരാണ് ഇപ്പോൾ ട്രൈബ്യൂണൽ. ഒന്ന് ഒരു ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ള ഒരാൾ സമ്മതിച്ചു. അത് ജില്ലാ ജഡ്ജിനെ നിയമിക്കുന്നത്
ഭരണഘടനയുടെ 231 വകുപ്പ് അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. കാരണം രണ്ടാമത്തെ മെമ്പർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറിയോ തലത്തിലുള്ള ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ ഇസ്ലാമിക നിയമം ആരും ആവാം. അപ്പം 2ഉം 3ഉം മെമ്പർമാർ സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം ന്യായാധിപരായി നിയമിക്കപ്പെട്ടവരല്ല. മെജോറിറ്റി തീരുമാനം എടുക്കുമ്പോൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഈ ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായത്തിന് അവിടെ യാതൊരു വിലയുണ്ടാവില്ല. ഇത് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് വഖഫ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തിൽ നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഇപ്പോഴത്തെ ട്രൈബ്യൂണൽ. ഇതും പോരാതെ ഏതെങ്കിലും കാരണവശാൽ ട്രൈബ്യൂണലിൽ ഇരിക്കുന്നില്ലെങ്കിൽ ജഡ്ജിമാരില്ലാതെയോ അല്ലെങ്കിൽ മറ്റു മെമ്പർമാർ നിയമിക്കപ്പെടാതെയോ വരുന്ന അവസ്ഥയിൽ സർക്കാരിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന് ഈ പദവി എടുത്തിട്ട് മറ്റ് ട്രൈബ്യൂണലിന് കൊടുക്കാം. അതായത് വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കേണ്ട കാര്യം വേണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന് കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ട്രൈബ്യൂണലിന് കൊടുക്കാം. ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ തർക്കം പരിഹരിക്കുന്ന കോടതിയാണ്. ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഇൻകം ടാക്സിലെ കാര്യങ്ങൾ നോക്കുന്ന ട്രൈബ്യൂണൽ. ഇവർക്കാർക്കും തന്നെ വഖഫിനെ പറ്റിയിട്ട് നോളജോ അല്ലെങ്കിൽ പരിചയമോ ഒന്നുമുള്ള ആൾക്കാരല്ല. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഇതെല്ലാം തീരുമാനിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ. അവിടെ നമ്മുടെ ആർട്ടിക്കിൾ 14 വയലേഷൻ വന്നു. സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് ട്രൈബ്യൂണൽ ഇൻഡിപെൻഡൻ്റ് ആയില്ലെങ്കിൽ അത് ഭരണഘടനേൻ്റെ 14-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമായിരിക്കും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിയമവാഴ്ചയ്ക്ക് എതിരായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനം ആർട്ടിക്കിൾ 14 വയലേഷനായിട്ട് വരും. അവിടെ ആർട്ടിക്കിൾ 25 വരുന്നില്ല, 26 വരുന്നില്ല. 26 25 വരുന്നത് ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വിഘ്നം വരുമ്പോഴാണ്. അതിവിടെ വരുന്നില്ല. അപ്പം നമ്മൾ കാണുന്ന വേറെ ചില പ്രശ്നങ്ങളാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാതെ പോയ കുറേ കാര്യങ്ങൾ. ഇനി നമ്മൾ ആകത്തുക വേറെ ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ 8:15 തുടങ്ങി. 1 മണിക്കൂറോളം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? 8:15. അപ്പോൾ ഞാൻ ഇതിൽ മറ്റൊരു പ്രശ്നം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വഖഫ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വഖഫിൻ്റെ മുത്തവല്ലിനെ മാറ്റുക അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നടത്തുക ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ചെയ്യാമായിരുന്നു. നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ലാൻഡ് മേടിക്കുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് നമ്മുടെ പേരിലേക്ക് ആക്കും, പോക്കുവരവ് എന്ന് പറയും. ഇവിടെ ഈ പോക്കുവരവ് നടത്താൻ ഇവിടെ എന്തൊക്കെ വേണമെന്നറിയും. 2 ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യണം.
അവരെ മുഴുവൻ കേൾക്കണം, എന്നിട്ടേ തരാൻ പറ്റുള്ളൂ. അതായത് അത്ര പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ലെന്ന് അർത്ഥം. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വഖഫ് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റേ ഈ വഖഫ് കമ്മീഷണറുണ്ട്, സർവേ ചെയ്യലും പിടിക്കലൊക്കെ ഉണ്ട്. അതൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥന് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ഈ പവറൊക്കെ കൊടുത്തിരിക്കുന്നത് കളക്ടർക്കാണ്. കളക്ടർക്ക് അല്ലാതെ തന്നെ ഒരുപാട് പണിയുണ്ട്. പോരാത്തതിന് കളക്ടർ എന്ന് പറഞ്ഞാൽ നേരിട്ട് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആളുമാണ്. അപ്പോൾ സർക്കാർ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ വീണ്ടും ഡയല്യൂട്ട് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ, വഖഫ് ബൈ യൂസർ കുറേ വർഷങ്ങളായി, 100-200 വർഷങ്ങളായി രേഖകളൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു വസ്തു എൻ്റെ ആവാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവാം, ആരുടെയെങ്കിലും ആവാം, കുറേ കാലമായിട്ട് വഖഫായിട്ട് കിടക്കുന്ന വസ്തു, അത് നേരത്തെ അത് വഖഫായിരുന്നു. ഇപ്പോൾ വഖഫ് ബൈ യൂസർ എന്നുള്ള അങ്ങ് എടുത്ത് കളഞ്ഞു. ഇനി യൂസറില്ല. അതായത് എനിക്ക് എൻ്റെ വസ്തു എന്നാൽ ഇത് വഖഫായിട്ട് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അവിടെയും റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോൺ ലംഘനം. എൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കണം തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം യൂസർ അനുവദിക്കുന്നില്ല. ഞാനത് രജിസ്ട്രേഷൻ പ്രകാരം ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. ഓറൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസ് ആക്ടിൽ ഓറൽ ട്രാൻസ്ഫർ ആവാം, വാക്കാലാവാം. പക്ഷെ വഖഫിൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല. ഇപ്പം എന്തൊക്കെ ലംഘനങ്ങളായി ഇപ്പോൾ വരുന്നത്. ഇനി കാലഹരണം, 10-200 വർഷമായിട്ട് സർക്കാർ ഭൂമി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന അത് സർക്കാരിന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, കാരണം അത് കാലഹരണപ്പെട്ടു പോയി. പക്ഷെ ആ കാലഹരണം ഇവിടെ വരുന്നില്ല വഖഫിൻ്റെ കാര്യത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു വഖഫല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ബന്ധപ്പെട്ട കോടതിയോ അല്ലെങ്കിൽ ട്രൈബ്യൂണലോ ആരെങ്കിലും അത് വഖഫാണ് എന്ന് പറയുന്നത് വരെ അത് വഖഫല്ല എന്ന് നിഗമനത്തിൽ അത് പിന്നെ സാധാരണ ഭൂമിയായിട്ട് കണക്കാക്കും. അപ്പോൾ 10-20 വർഷങ്ങളായി എടുക്കുകയാണെങ്കിൽ അത്രയും സമയം ഇത് വഖഫായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേറെ ആളുടെ നിയമം മറ്റൊരു വിഭാഗത്തിൻ്റെ അവരുടെ നിയമത്തിനെ ലംഘിച്ച് അല്ലെങ്കിൽ മറികടന്ന് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് അത് നിയമമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വഖഫ് ഭേദഗതി ബില്ല്. ഇനിയും പറയാൻ കാര്യങ്ങൾ കുറേയുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല അതിനുള്ള. ഇങ്ങനെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനും ഇവിടെ സംവദിക്കാനും അവസരം തന്ന ഫ്രൈഡേ ക്ലബിനും പ്രത്യേകിച്ച് നൂർദീനും അബൂബക്കറിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.